എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: യേശു എവിടെ ഇരിക്കുമ്പോഴാണ് 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? ഉത്തരം: കഫർന്നഹൂമിൽ ഒരു വീട്ടിൽ. 2-ാം അധ്യായം 1-3 വാക്യങ്ങൾ. ചോദ്യം 2: പുരുഷാരം നിമിത്തം യേശുവിനോട് സമീപിച്ചു കൂടായികയാൽ അവർ പക്ഷവാതക്കാരനെ അകത്തു കൊണ്ടുവന്നതെങ്ങനെ? ഉത്തരം: യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന്. 2-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 3: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതാരോട്? ഉത്തരം: പക്ഷവാതക്കാരനോട്. 2-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 4: ആരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു പക്ഷവാതക്കാരനോട് മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം: അവനെ ചുമന്നുകൊണ്ടുവന്നവരുടെ. 2-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 5: എന്ത് കേട്ടിട്ടാണ് ഇവൻ ദൈവദൂഷണം പറയുന്നതെന്ത് എന്ന് ശാസ്ത്രിമാർ യേശുവിനെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിച്ചത്? ഉത്തരം: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് യേശു പക്ഷവാതക്കാരനോട് പറയുന്നത് കേട്ടിട്ട്. 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 6: ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നതാര്? ഉത്തരം: ശാസ്ത്രിമാർ. 2-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 7: നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് യേശു പക്ഷവാതക്കാരനോട് പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് എല്ലാവരും അറിയേണ്ടതിന്. 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ചോദ്യം 8: യേശു കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്തിരിക്കുന്നതായി കണ്ടത് ആരെ? ഉത്തരം: അൽഫായുടെ മകനായ ലേവിയെ. 2-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 9: താൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ശാസ്ത്രിമാർ ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 10: നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം: യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും. 2-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 11: പഴയ വസ്ത്രത്തിൽ കോടിത്തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല, കാരണം എന്ത്? ഉത്തരം: തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. 2-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 12: ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കുമാറില്ല, കാരണം എന്ത്? ഉത്തരം: പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. 2-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 13: പുതിയ വീഞ്ഞ് പകർന്നു വയ്ക്കേണ്ടത് എവിടെ? ഉത്തരം: പുതിയ തുരുത്തിയിൽ. 2-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 14: ശിഷ്യന്മാർ എന്തു ചെയ്തപ്പോഴാണ് ഇവർ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പരീശന്മാർ പറഞ്ഞത്? ഉത്തരം: ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ കതിർ പറിച്ചപ്പോൾ. 2-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 15: അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നതാര്? ഉത്തരം: ദാവീദും കൂടെയുള്ളവരും. 2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ചോദ്യം 16: ശബ്ബത്ത് ആർ നിമിത്തം ഉണ്ടായി? ഉത്തരം: മനുഷ്യൻ നിമിത്തം. 2-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 17: ആർ ശബ്ബത്തിനും കർത്താവാകുന്നു? ഉത്തരം: മനുഷ്യപുത്രൻ. 2-ാം അധ്യായം 28-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.